ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർലൈൻ ആക്സറീസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ BMW 320Dയിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്ത് വിത്ത് 360 ഡിഗ്രി ക്യാമറ അപ്ഡേഷൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത്. ഇത് BMW 2013 320D മോഡലാണ്. ഇതിൻ്റെ അകത്ത് കമ്പനി വന്ന സ്റ്റീരിയോ മാറ്റിയിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ BMW 320Dക്ക് വേണ്ടിയിട്ട് മാത്രം വരുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വിത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആയിട്ടുള്ള സിസ്റ്റമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫുള്ള് 360 കാര്യങ്ങളെല്ലാം അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനി സെറ്റിനേക്കാളും ഡിസ്പ്ലേയുടെ സൈസ് കൂടുതലുള്ളതാണ്. 4GB റാം, 64GB റോം വരുന്ന മോഡലാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻസുലേഷൻ ചെയ്യുന്നത്. കമ്പനി സെറ്റ് നമുക്കറിയാം ഏകദേശം സ്ക്രീനിൻ്റെ സൈസ് ചെറുതാണ്. ഒരു 8 ഇഞ്ച് 7.5 8 ഇഞ്ച് ആ ഒരു സൈസ് ഡിസ്പ്ലേ വരത്തുള്ളൂ. നമ്മളിത് വലിയ ഡിസ്പ്ലേയും വിത്ത് 360 ഡിഗ്രി ക്യാമറയാണ് ഇതിനകത്ത് ഇൻസ്റ്റലേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ 360 ചെയ്തപ്പോൾ നമുക്ക് എല്ലാ സൈഡും ഫ്രണ്ട് ബാക്ക് എല്ലാം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് കാലിബ്രേഷനും കാര്യങ്ങളെല്ലാം നല്ല പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കാലിബ്രേഷൻ ചെയ്തപ്പോഴത്തേനും വണ്ടിയുടെ ആ ഒരു വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് 4 സൈഡും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാം റെക്കോർഡിംഗ് ആണ്. നമുക്ക് വണ്ടി റണ്ണിങ്ങിൽ തന്നെ ഇതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ഹൈ എൻഡ് വണ്ടിയിൽ നിങ്ങളുടെ വണ്ടികളിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വിത്ത് 360 ഡിഗ്രി ക്യാമറ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ ചെയ്യുന്ന ഹൈ എൻഡ് വണ്ടികളിൽ ഇതുപോലെ BMW, ബെൻസ് ഇങ്ങനെയുള്ള വണ്ടികൾക്ക് ചെയ്യുന്ന ഇൻഫോർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് മാത്രം വരുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ക്യാമ്പസ്, വയറിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഒരു സിസ്റ്റമാണിത്. അപ്പോൾ ഇതെല്ലാം കപ്ലർ ടു കപ്ലർ, പ്ലഗ് ആൻഡ് പ്ലേ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് പെയർ ചെയ്ത് കപ്ലർ കുത്തി പെയർ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് ഇതിൻ്റെ അകത്ത് വണ്ടിക്കകത്തുള്ള ഫങ്ഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. ID ഡ്രൈവ് വഴി നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വേറൊരു ബ്രാൻഡ് സാധാ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം വരുന്ന സ്പെഷ്യൽ ഇൻഫോർടൈൻമെൻറ്റ് വിത്ത് വയറിങ് എല്ലാം ഉള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം കപ്ലർ ടു കപ്ലർ, പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അപ്പം നിങ്ങളുടെ വണ്ടികളിൽ ഇതുപോലെ ഹൈ എൻഡ് വണ്ടികളിലൊക്കെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ചെയ്യണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വിളിച്ചു ചോദിക്കാം. അതുപോലെ തന്നെ കമൻ്റ് ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള റിപ്ലൈ കാര്യങ്ങളെല്ലാം തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക.